പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസിനെ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദിനത്തില് അന്തോണീസ് പുണ്യാളന്റെ പ്രത്യേക ഒരു മാധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളിലും ഇന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. മറ്റന്നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് പ്രഭാഷക പുസ്തകം 51:22 വചനം പറയാണ്, കർത്താവ് എനിക്ക് ഒരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പ്രഭാഷകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന വചനമാണ്. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയ ആരാധനയല്ല പരിശുദ്ധ കുർബാന. ആ കുർബാനയിലെ പങ്കാളിത്തം തന്നെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട്. അതായത് ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കരമായ ഒരു യാന്ത്രികത. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ ഇനി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രിയ സഹോദരങ്ങളെ? ഒരു ഭയങ്കരമായ ഒരു അധര വ്യായാമം പോലെ നമ്മളുടെ പ്രാർത്ഥനകൾ മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കുറേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബലിയർപ്പണത്തിലെ പങ്കാളിത്തം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെ പങ്കാളിത്തം, അപ്പം തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അപ്പ് ആൻഡ് ഡൗൺ മറയും. ഇത് രണ്ടും ഏകാഗ്രതയോടെ ചുമ്മാ ഉറക്കെ പ്രാർത്ഥിക്കാന്നല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥനയുടെ വികാരം അധരങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ പ്രകടമായ വിധത്തിലെ പ്രിയ സഹോദരങ്ങളെ നമ്മിൽ ദൈവശക്തി പ്രകടമാകും. അതാണ് വചനം. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എന്ന് പറയുമ്പോൾ ചുമ്മാ ശബ്ദം ഉണ്ടാക്കുകയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ, യേശുവേ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വരം, അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.